ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നീണ്ട 5 പതിറ്റാണ്ട് കാലത്തെ ശത്രുതയും ഉപരോധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സിറിയയെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ, അതായത് സ്റ്റേറ്റ് സ്പോൺസേഴ്സ് ഓഫ് ടെററിസം എന്ന കരിമ്പട്ടികയിൽ നിന്ന് ഔദ്യോഗികമായി നീക്കം ചെയ്യാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുകയാണ്. തുർക്കിയിലെ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയുടെ ഭാഗമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയും തമ്മിൽ നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. 1979 മുതൽ, അതായത് കഴിഞ്ഞ 47 വർഷമായി അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം സിറിയക്ക് മേൽ ചാർത്തിയിരുന്ന ഭീകരവാദ സ്പോൺസർ എന്ന ലേബലാണ് ഇതോടെ ഇല്ലാതാകുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കോൺഗ്രസിനെ ഈ തീരുമാനത്തിന്റെ ഔദ്യോഗിക വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ US കോൺഗ്രസിന്റെ 45 ദിവസത്തെ റിവ്യൂ കാലാവധിക്ക് ശേഷം ഈ തീരുമാനം പൂർണ്ണമായും പ്രാബല്യത്തിൽ വരും. സിറിയൻ ജനതയ്ക്ക് മഹത്വത്തിലേക്ക് ചുവടുവയ്ക്കാനും തകർന്നടിഞ്ഞ തങ്ങളുടെ രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള വലിയൊരു അവസരവുമാണ് ട്രംപിന്റെ ഈ നീക്കത്തിലൂടെ ഉണ്ടാകുന്നതെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. ഈ ചരിത്രപരമായ നീക്കം സിറിയയിലെ ദശാബ്ദങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ മുറിവുകൾ ഉണക്കാനും പശ്ചിമേഷ്യയിൽ പുതിയൊരു സാമ്പത്തിക സമവാക്യം രൂപീകരിക്കാനും സഹായിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിലയിരുത്തൽ. സിറിയയെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയുടെ കഥയുണ്ട്. 2024 അവസാനത്തോടെ സിറിയയെ അരനൂറ്റാണ്ടുകാലം ഭരിച്ച ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് അഹമ്മദ് അൽ ഷാരയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അധികാരമേറ്റത്. ഒരു മുൻ വിമത തീവ്രവാദി നേതാവായിരുന്ന അൽ ഷാര പിന്നീട് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിക്കുകയും രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ജനകീയ നേതാവായി സ്വയം വിശേഷിപ്പിക്കുകയുമാണ് ഉണ്ടായത്. അതോടെ അൽഷാര അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചാരനാണ് എന്നുവരെ വിമർശനങ്ങളും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു. എന്തായാലും അങ്കാറയിലെ കൂടിക്കാഴ്ചയിൽ അൽഷാരയെ വാനോളം പുകഴ്ത്തിയ ട്രംപ് സിറിയയെ ഒന്നിപ്പിക്കുന്നതിൽ അദ്ദേഹം അവിശ്വസനീയമായ ജോലിയാണ് ചെയ്യുന്നതെന്ന് പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഭീകര പ്രവർത്തനങ്ങളെ സിറിയ ഇനി ഒരു കാലത്തും പിന്തുണയ്ക്കില്ലെന്ന് കൃത്യമായി ഉറപ്പ് അൽഷാര ട്രംപിന് നൽകിയെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള ചുവടുമാറ്റം പശ്ചിമേഷ്യയിലെ അവരുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലും ആശങ്കയിലും ആഴ്ത്തിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ കടുത്ത എതിർപ്പുകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ഈ നീക്കം. ചരിത്രപരമായി ഇസ്രായേലിന്റെ പ്രധാന ശത്രുക്കളിലൊന്നായ സിറിയയെ ഭീകരവാദ പട്ടികയിൽ നിന്ന് നീക്കുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത്. വർഷങ്ങളായി സിറിയയിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾക്കും ഹിസ്ബുള്ള ഗ്രൂപ്പുകൾക്കും നേരെ ഇസ്രായേൽ നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട്. സിറിയക്ക് മേലുള്ള ആഗോള ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ മേഖലയിൽ സിറിയയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക സൈനിക ശേഷി വർദ്ധിക്കുമെന്ന് ഇസ്രായേലിന് ആശങ്കയുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ ആശങ്കകൾക്ക് മുകളിലാണ് ട്രംപ് സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിയിരിക്കുന്നത്. ഉപരോധം നീങ്ങുന്നതോടെ സിറിയയിൽ നിന്ന് ലാഭം കൊയ്യാൻ അമേരിക്കൻ കോർപ്പറേറ്റുകൾ തയ്യാറായി നിൽക്കുകയാണ്. സിറിയ ഈ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇനി വെറും 3 രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയുടെ ഈ ഭീകരവാദ സ്പോൺസർമാരുടെ ലിസ്റ്റിൽ അവശേഷിക്കുന്നത്. ഇറാൻ, വടക്കൻ കൊറിയ, ക്യൂബ എന്നിവയാണവ. 1979 സിറിയയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ പാലസ്തീൻ സായുധ ഗ്രൂപ്പുകൾക്ക് സിറിയ അഭയം നൽകുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. പിന്നീട് അസദ് ഭരണകൂടം ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാന താവളമായി സിറിയയെ മാറ്റിയതോടെ അമേരിക്ക ഉപരോധങ്ങൾ കടുപ്പിച്ചു. എന്നാൽ പുതിയ ഭരണാധികാരി അഹമ്മദ് അൽ ഷാര ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും മേഖലയിലെ ഭീകര സംഘടനയായ ഐസിസിനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾ നടത്താനും തയ്യാറായെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം തന്നെ സിറിയക്ക് മേലുള്ള സമഗ്ര സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കിക്കൊണ്ട് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ ഭീകരവാദ പട്ടികയിൽ നിന്നുള്ള ഈ മോചനം. ഈ നീക്കം സിറിയൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവേകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് തകർന്നു കിടക്കുകയാണ് സിറിയ. ഇപ്പോൾ ഈ കരിമ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെ സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് ഡോളറിന് നിക്ഷേപങ്ങൾ സിറിയയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിറിയൻ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ അമേരിക്കൻ കമ്പനികൾ തയ്യാറായി നിൽക്കുകയാണെന്ന് ട്രംപ് തന്നെ അൽഷാരയ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ഡീലിന് പിന്നാലെ സിറിയൻ വിഷയത്തിലും ട്രംപ് സ്വീകരിച്ച നിലപാടുകൾ ഇസ്രായേലിൽ രാഷ്ട്രീയ വിഷയമാവുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയം കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു റിയാലിറ്റി ഷോ തന്നെയാണ്.